ദില്ലി സ്ഫോടനത്തിൽ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ മുസമ്മിലിന് വിദേശത്ത് നിന്ന് ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തതായി NIA. വിവിധ ആപ്പുകൾ വഴി 42 ബോംബ് നിർമ്മാണ വീഡിയോകളാണ് കൈമാറിയതെന്നും NIA ഹൻസുള്ള എന്നയാളാണ് വീഡിയോ അയച്ചു കൊടുത്തത്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ നിമിഷം NIA പുറത്തേക്ക് വിടുന്നത്. ആര്യ, ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഡോക്ടർ മുസമ്മിൽ അതോടൊപ്പം ഉമർ അടക്കമുള്ള ആളുകൾക്ക് വിദേശത്ത് നിന്നും ചില സഹായങ്ങൾ ലഭ്യമായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ NIAക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ വിദേശത്ത് നിന്നും ഹൻസുള്ള എന്ന് പറയുന്ന ആളുടെ പേരിൽ 42ഓളം വീഡിയോകൾ എത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ NIA സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവിധ ആപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെയും കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് NIA കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. 42 വീഡിയോകളാണ് ഇത്തരത്തിൽ പ്രധാനമായും ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് NIA കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം നേരത്തെ തന്നെ ചില കോഡുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം ചില ആളുകളെ പേരുകൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം NIAയും അതോടൊപ്പം തന്നെ പോലീസും നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഹൻസുള്ള എന്ന് പറയുന്നത്. ഈ ഹൻസുള്ളയുടെ പേരിലാണ് 42 വീഡിയോകൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ NIA പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നിസാർ, ഉക്കാസ തുടങ്ങിയിട്ടുള്ള പങ്കുകൾ കൂടി ഇപ്പോൾ NIA പരിശോധിച്ച് വരികയാണ്. നിലവിൽ NIAയുടെ നിഗമനം എന്ന് പറയുന്നത് ഈ പേരുകളൊക്കെ തന്നെയും ഒരു പക്ഷേ വ്യാജ പേരുകളോ അല്ലെങ്കിൽ ചില കോഡുകളോ ആയിരിക്കാം എന്നുള്ളതായിരുന്നു. നേരത്തെ മുസമ്മിലിൻ്റെയും അതോടൊപ്പം ഷഹീൻ്റെയും ഒക്കെ തന്നെയും ഡയറികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ചില കോഡുകൾ ഉണ്ടായിരുന്നു. ആ കോഡുകളും ഇവയുമായി ഒത്തുചേർത്തുകൊണ്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവുമാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തുനിന്നും പ്രധാനമായും നടത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം വിദേശത്തുള്ള ഷാഹിദ് ഫൈസൽ എന്നയാളുടെയും പങ്കുകൂടി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ഫൈസൽ ആദ്യം പാകിസ്ഥാൻ അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെയും പോയിരുന്നു. പിന്നീട് ഉമറുമായും ഷഹീനുമായും വലിയ ബന്ധം സൃഷ്ടിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു അന്വേഷണമാണ് NIAയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ NIA അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ദേശീയ ഷൂട്ടിംഗ് താരത്തിന് നേരെ ലൈംഗികാതിക്രമം മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, നവംബർ 16-നാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് എത്തിയത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ആര്യ, നവംബർ 16-ന് ബസ് യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ ഷൂട്ടിംഗ് താരത്തിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ CCTVയും അതോടൊപ്പം മറ്റു പരിശോധനകളും നടത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരവിന്ദ് വർമ്മ, പർവേന്ദ്ര ഗൗതം തുടങ്ങിയിട്ടുള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഇത്തരത്തിൽ ഷൂട്ടിംഗ് താരങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്പോർട്സ് താരങ്ങൾക്കൊക്കെ തന്നെയും രാജ്യവ്യാപകമായി വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. BJP സർക്കാരുകൾക്കെതിരെ ഇതിനോടകം വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മാസമാണ് ഓസ്ട്രേലിയൻ താരത്തിനും സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം ഇൻഡോറിൽ വെച്ച് തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ഒരു പ്രതിഷേധമടക്കം ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്.